ഗാഡ്ജറ്റ്സ് മലയാളത്തിന് ഫോൺ കിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ കണ്ടോ, നമുക്കും ഫോൺ കിട്ടി. ഇൻഫിനിക്സിൻ്റെ 0 Ultra എന്നാണ് ഈ ഫോണിൻ്റെ പേര്. ഫോണിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഇതിനകത്തൊന്നുമില്ല, ചുമ്മാ പറഞ്ഞാണ്. അതായത് ഈ ഫോണ് 29,000 രൂപയാണ്. കയ്യിലെടുക്കുന്ന സമയത്ത് S22 Ultra അല്ലെങ്കിൽ സാംസങ് ഗാലക്സി നോട്ട് 10 ഒക്കെ കയ്യിലെടുത്ത ഫീലാണ്. സത്യം. ഇൻഫിനിക്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ്, ഇൻഫിനിക്സ് ചാത്തൻ കമ്പനി, ചാത്തൻ സാധനം ഉണ്ടാക്കുന്നു ഒക്കെ. പക്ഷേ ചാത്തനല്ല, ഒരു രക്ഷയില്ലാത്ത ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, ഇൻഫിനിക്സിൻ്റെ ബാക്കി വിശേഷം അറിയുന്നതിന് മുന്നേ ഗോൾഡ് പ്ലേ ബട്ടൺ വന്ന് നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം. ഗോൾഡ് പ്ലേ ബട്ടൺ, നമ്മുടെ ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഉടനെ വരും ഇതിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്കിവിടെ ചാരി വയ്ക്കാം, എൻ്റെ കൂടെ ഇരുന്ന് വീഡിയോ ചെയ്യട്ടെ. അപ്പോൾ ബാക്ക് ടു അവർ ഫോണ്. ഈ ഫോണിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ സ്പെക്കൊക്കെ എഴുതി വെച്ചിട്ടാണ് നോക്കി പറയണത്, എല്ലാ യൂട്യൂബേഴ്സും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള ഒരു ആമലഡ് ഡിസ്പ്ലേ. ഇത് 120 ഹെർട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെയിം കളിക്കുന്ന സമയത്തും അത് ഫീൽ ചെയ്യുന്നില്ല, ചുമ്മാ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും അത് ഫീൽ ചെയ്യുന്നില്ല. അത് വേറൊരു കാര്യം, അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ മറ്റ് കുറേ ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തപ്പം ഇതൊരുമാതിരി വിറയലാണ്, ഒന്നും നമുക്ക് വായിക്കാൻ പറ്റൂല. ലൈക്ക് ഫീൽ ചെയ്യും കണ്ടോ, സ്മൂത്ത് ആയിട്ടൊക്കെ ഹോം സ്ക്രീനൊക്കെ ആവും. പക്ഷേ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം കിടന്ന് വിറയ്ക്കുവാണ്. അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. 150 വാട്ട്സിൻ്റെ 4500 mAh ബാറ്ററി, ഇത് ഞെട്ടിച്ചളഞ്ഞു. അതായത് 12 മിനിറ്റ് കൊണ്ട് 100% കയറും. 12 മിനിറ്റ്. അതുപോലെ തന്നെ നല്ല ബാക്കപ്പും ഉണ്ട്. 90% ആണ് ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത്. അതുകൊണ്ട് ഞാൻ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അന്യായ സാധനം. അതായത് നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബാത്റൂമിലേക്കൊക്കെ ഫോണും കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ, ബാത്റൂമിലേക്ക് റീല് കാണാൻ ഫോണും കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിൽ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ് കുത്തിയിട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിരുന്നാൽ മതി. കുറച്ച് നേരം പിടിച്ചിരുന്നാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ്. ഇങ്ങനെയൊക്കെയാണ് ഉപയോഗം പറഞ്ഞത്. അല്ലാതെ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നവന് ഫാസ്റ്റ് ചാർജിങ് കിട്ടിയിട്ട് എന്തോ ചെയ്യാൻ. ഇതാണ് 150 വാട്ട്സിൻ്റെ ആ ഫാസ്റ്റ് ചാർജർ. ഇത് അവന്മാർ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ അതോ ചുമ്മാ ഒരു കവറിൽ എഴുതി വെച്ചിരിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചേറി നോക്കിയതാണ്. 8 GB റാം ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, 13 GB ആക്കാൻ പറ്റും. 256 GB ഇൻ്റർണൽ സ്റ്റോറേജ്. ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ലാഗ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ XOS ആണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ. അത് കുറച്ച് ശോകമാണെന്നുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ ആപ്പൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആപ്പൊന്നും ലാഗ് ആവുന്നില്ല. എത്ര ആപ്പ് വേണോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഓപ്പൺ ആക്കി ഇടാം. അതായത് XOS ഇത്രയും ഫാസ്റ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇൻഫിനിക്സിൻ്റെ കുറേ ഫോണുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഗിവ് അവേയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ഫാസ്റ്റായിട്ട് XOS വർക്കാവുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ Dimensity 920 ആണ്. ഒരു 5G പ്രോസസ്സറാണ്. ഇപ്പോൾ 5G ഒക്കെ വന്നു തുടങ്ങിയാലും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 5G ഇതിനകത്ത് കിട്ടും. പ്രൈസിൻ്റെ കാര്യം നിങ്ങൾ ആരും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. 29,999, 30,000 ഉള്ളൂ. പക്ഷേ ഫോൺ കയ്യിലെടുക്കുന്ന സമയത്ത് ലുക്ക് വൈസ് എൻ്റെ പൊന്നു മോനെ അഡാറ് സാധനം എന്ന് വെച്ചാൽ വെടിക്കെട്ട്, പൊളപ്പാച്ചി സാധനം, പുതിയ വേർഡാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് വരുന്നത്, കാര്യപരിപാടി. 200 മെഗാപിക്സലിൻ്റെ ക്യാമറ, 13 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത്, 32 MB സെൽഫി ക്യാമറ. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. ദൈവദോഷം പറയരുതല്ലോ. 200 MB ക്യാമറയാണോ 2 MB ക്യാമറയാണോ എന്നുള്ള ഡൗട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമ്മളൊരു നല്ല മനുഷ്യനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫോട്ടോ, ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഒരു സെൽഫി എടുത്തേ, പക്ഷെ ഞാൻ എടുത്ത സെൽഫി ഉണ്ടോ? ഇതാണ് അവസ്ഥ. ഞാൻ ഡ്രൈവിൻ്റെ അകത്ത് എല്ലാ ഫോട്ടോസും, ഞാൻ എടുത്തിട്ടുള്ള സകല ഫോട്ടോസും, അതിനകത്ത് കൂറ ഫോട്ടോ വരെ ഉണ്ട്. നിങ്ങൾ ഹാൻഡിൽ വിത്ത് കെയർ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ ട്രസ്റ്റ് ചെയ്ത് തരാണ് പ്ലീസ്. അപ്പോൾ നിങ്ങളൊന്ന് ഫോട്ടോ കണ്ടു നോക്കാം. ലൈക്ക് മൊത്തത്തിൽ പിക്സലേറ്റഡ് ആവുന്നുണ്ട്. ആ ഒരു ടെക്സ്ചർ കിട്ടുന്നില്ല, ആ ഒരു ഡീറ്റെയിലിംഗ് കിട്ടുന്നില്ല, ലൈക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ AI ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതൊരു 200 മെഗാപിക്സലിൻ്റെ ക്യാമറ ആണെന്നുള്ളത്. നമുക്കൊരു ഫോട്ടോ എടുത്തു,
ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഡീറ്റെയിൽസിൻ്റെ കുറവ് ഭയങ്കരമായിട്ടുണ്ട്. അതായത് മൊത്തം സോഫ്റ്റ് ആയിരിക്കണം. അതെങ്ങനെ പറയും, നിങ്ങൾക്ക് ഇമേജസ് ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും കുറച്ചൊന്ന് പോളിഷ് ചെയ്തതുപോലെ. ആ ഡീറ്റെയിൽ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ അടിപൊളിയാവാൻ പറ്റുള്ളൂ. 200 മെഗാ പിക്സൽ ഒന്നും വേണ്ട, നമ്മൾ വേറൊരു ക്യാമറ അതേപോലെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതൊരു ഭാഗം. എന്നാൽ നമുക്ക് നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത്രത്തോളം നല്ല ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെടി, പൂവ്, ഫുഡ്, ആകാശം, മരം, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ വെടിക്കെട്ടായിട്ട് എടുത്തു തരും. ഒരു രക്ഷയില്ല. അത് AI ആയതുകൊണ്ടായിട്ടാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് എടുത്തു തരും. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, കൊള്ളാം ഇതിൻ്റെ വീഡിയോ ക്യാമറ. അടിപൊളി. ഇതിൻ്റെ വീഡിയോ ക്യാമറ ഒരു രക്ഷയില്ല. നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ചില ഒരു വൊബ്ലി എഫക്റ്റ് വരുമെന്നുണ്ടെങ്കിലും നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെൽഫി ക്യാമറ എടുത്തു കഴിഞ്ഞാലും ആ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ തരക്കേടില്ലാത്ത ഒരു ഫോൺ തന്നെയാണ്. വീഡിയോ അടിപൊളി. സെൽഫിയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഒരു ഇനിഷ്യൽ ഇംപ്രഷനാണ് ഈ വീഡിയോ. എന്നാലും പറയേണ്ടത് പറയണമല്ലോ. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ഡിസ്പ്ലേയുടെ ഇഷ്യൂ എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 120 FPS അല്ലെങ്കിൽ 120 ഹെർട്സിലാണ് നമ്മൾ ഗെയിം കളിക്കുന്നതെന്ന് എങ്ങനെ പോയാലും പറയാൻ പറ്റില്ല. ഒരു 40 FPS 30 FPS പോലൊക്കെ കാണുമായിരിക്കും. സൈഡൊക്കെ ചോപ്പിയാണ്, ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല. കാര്യം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ 120 ഹെർട്സിലുള്ള ഫോണുണ്ട്. രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഇതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ ഒന്നേൽ, അല്ലെങ്കിൽ അടുത്ത ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അത് മാറുമായിരിക്കാം. മൊത്തത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ കളർ റീപ്രൊഡക്ഷൻ, മൂന്നും പൊളി, ഒരു രക്ഷയില്ല. ആൻഡ് ഇതിൻ്റെ വീഡിയോ ക്യാമറയും അടിപൊളി. അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് എനിക്ക് വലുതായിട്ടൊന്നും കൂടുതലൊന്നും പറയാനില്ല. ഒരു മാസം യൂസ് ചെയ്തിട്ട്, ഒരു മാസം കറക്റ്റായിട്ട് മറ്റേ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്തിട്ട് ഞാൻ വന്ന് പറഞ്ഞു തരും. സൂപ്പർ ക്ലിയർ ആയിട്ട് ഞാൻ വന്ന് പറഞ്ഞു തരാം. അപ്പോഴേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് വാങ്ങണോ വേണ്ടേ എന്നുള്ള കാര്യം. ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് 0 അൾട്ര. 29,000 രൂപയ്ക്കകത്ത് വരുന്നൊരു ഫോണാണ്. പ്രീമിയം ക്വാളിറ്റി ഫോൺ ഫ്രം ഇൻഫിനിക്സ്. ആൻഡ് ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ പെട്ടി അടിപൊളിയായിരുന്നു. അൺബോക്സിങ് എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ലായിരുന്നു. കിടു എന്ന് പറഞ്ഞാൽ കിടു സാധനം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, താങ്ക് യു, ടാറ്റ.